ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയപ്പെടേണ്ട എന്ന സ്നേഹം നിറഞ്ഞ വാക്കുകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്തൊരു ശക്തിയുറ്റ വാക്കുകളാണത്. ഭയപ്പെടേണ്ട, മഹാസന്തോഷം. ആർക്ക്? സർവ്വജനത്തിന്. അതാണ് സുവിശേഷം. ഭയപ്പെടേണ്ട. സുവിശേഷം ഭയപ്പാടകറ്റുന്നതാണ്. സുവിശേഷം അങ്കലാപ്പുകൾ മാറ്റുന്നതാണ്. സുവിശേഷം ആശങ്കകൾ നീക്കുന്നതാണ്. സുവിശേഷം ആവലാധികൾ മാറ്റുന്നതാണ്. കാരണം കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവാണ് സുവിശേഷം. ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതല്ല സുവിശേഷം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വർണ്ണനകളല്ല സുവിശേഷം. ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ പ്രസ്താവനകളല്ല സുവിശേഷം. ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ തത്വചിന്തകളല്ല സുവിശേഷം. ക്രിസ്തുവാണ് സുവിശേഷം. സർവ്വജനത്തിനുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തു എന്ന രക്ഷിതാവ്. യേശുക്രിസ്തു രക്ഷിതാവാണ് സുവിശേഷം. സുവിശേഷം സദ്വാർത്തയാണ്, ഗുഡ് ന്യൂസാണ്. സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. നാം എത്രയോ ബാഡ് ന്യൂസ് കേട്ടവരാണ്, കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ചിലപ്പോൾ ഞെട്ടിപ്പോകും ചില വാർത്തകൾ കേൾക്കുമ്പോൾ. അയ്യോ, ഇത് എൻ്റെ നാട്ടിലോ ഈ നാട്ടിലോ നടക്കുന്നത്, ഈ ദേശത്തോ നടക്കുന്നത്, ഈ പുരാതനമായ ആർഷ സംസ്കാരമുള്ള ഭാരതഭൂമിയിലോ ഇതൊക്കെ നടക്കുന്നത്, മഹർഷിമാരുടെ പാരമ്പര്യമുള്ള രാജ്യത്തിലോ ഇതൊക്കെ നടക്കുന്നത്. പുരാതന മഹർഷിമാർ, ഋഷിമാർ, തപോധ്യാന നിരതരായിരുന്ന മഹർഷിമാർ, മഹർഷിവര്യന്മാർ, അവർ ജീവിച്ച നാട്ടിലോ ഈ അനീതികളെല്ലാം നടക്കുന്നത്. ഇതുപോലെ അഴിമതിയും അക്രമവും നടക്കുന്നു, കൊള്ളയും കവർച്ചയും നടക്കുന്നു. നമുക്ക് സംശയം വരാം, നമുക്ക് ചിന്ത വരാം. എന്നാൽ ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം എന്ന് ഞാൻ നിങ്ങളെ സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട. സുവിശേഷം സദ്വർത്തമാനം. ഒരു നല്ല വർത്തമാനം കേൾക്കുകയാണ്. ആദ്യത്തെ സുവിശേഷ പ്രസംഗമാണ് താനും. ആദ്യത്തെ സുവിശേഷ പ്രസംഗമാണ്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ സുവിശേഷ പ്രസംഗം. അത് നടന്നത് ഒരു പാതിരയ്ക്കാണ്, അർദ്ധരാത്രിയിലാണ്. പാതിരാ നേരത്ത് ഇത് പ്രസംഗിച്ചത് ഒരു മാലാഖയാണ്. ഒരുപക്ഷേ ആ മാലാഖ ഗബ്രിയേൽ ദൂതനായിരിക്കുമോ? വേദപുസ്തകങ്ങൾ പറയുന്നില്ല. പക്ഷേ പല അറിയിപ്പുകളും തരുന്നത് ഗബ്രിയേൽ മാലാഖയാണ്. കന്യമാതാവിന് അറിയിപ്പ് കൊടുത്തത് ഗബ്രിയേൽ മാലാഖയാണ്. സഖര്യ പുരോഹിതന് അറിയിപ്പ് കൊടുത്തത് ഗബ്രിയേൽ മാലാഖയാണ്. ഗബ്രിയേൽ മാലാഖ അറിയിപ്പുകൾ നൽകുന്ന മാലാഖയാണ്. മീഖായേൽ യുദ്ധം ചെയ്യുന്ന മാലാഖയാണ്. മാലാഖമാർക്കും അവരവരുടേതായ ഉത്തരവാദിത്വങ്ങളും അവരവരുടേതായ വ്യക്തമായ ജോലി തിരിവുകളുമുണ്ട്. മാലാഖ വന്ന് പറഞ്ഞു രാത്രിയിൽ, ഭയപ്പെടേണ്ട. പറയാൻ കാരണമുണ്ട്. പാവപ്പെട്ട ആട്ടിടയന്മാർ, അക്ഷാഭ്യാസമുള്ളവരല്ല. അന്ന് വേണമെങ്കിൽ ബേത്ലഹേമിൻ പരിസരത്തുള്ള എത്രയോ നല്ല നല്ല ആളുകളുണ്ടായിരുന്നു. യെരൂശലേം ദേവാലയത്തിലുള്ള പരീശന്മാരുണ്ടായിരുന്നു. നല്ല മത തീക്ഷ്ണതയുള്ള പരീശന്മാരുണ്ടായിരുന്നു. മതത്തിൽ നല്ല എരിവുള്ള എരിവുകാരുണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വാധീനമുള്ള സദൂക്യരുണ്ടായിരുന്നു. മാത്രവുമല്ല, യെരൂശലേം ദേവാലയത്തിൽ നല്ല ശാസ്ത്രിമാരുണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു, തിയോളജി അറിയാവുന്നവർ. ഇവർക്കാർക്കുമല്ല ക്രിസ്തുവിനെ വെളിപ്പെട്ടത്. എട്ടും പൊട്ടും തിരിയാത്ത സാധുക്കൾക്ക്, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക്. ഈ ആട്ടിടയന്മാർ എന്ന് പറയുന്നത് വളരെ താണവർഗമായിട്ടാണ് കരുതിയിരുന്നത്. അവർ സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ളവർ, സമൂഹത്തിൽ വിലകെട്ടവരെന്ന് വേണമെങ്കിൽ പറയാം. ഉപജീവനമാർഗത്തിന് വേണ്ടി രാവെന്നില്ല പകലെന്നില്ല അധ്വാനിക്കുകയും കാട്ടിൽ മലഞ്ചെരിയിൽ കിടന്നുറങ്ങുകയും ആടുകളെ കൊണ്ട് മലഞ്ചെരിയിലൂടെ നടക്കുകയും ഈ ആടുകളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രം,
ആടുകളുടെ രോമവും ആടുകളുടെ പാലും കിട്ടുന്നതുകൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുകയും ചെയ്യുന്ന സാധുക്കളായ ആളുകൾ. അവർക്കാണ് രക്ഷിതാവിനെക്കുറിച്ചുള്ളതായ അനുഗ്രഹീതമായ സന്ദേശം ആദ്യം ലഭിക്കുന്നത്, സദ്വർത്തമാനം ലഭിക്കുന്നത്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു എന്ന് അപ്പോസ്തലൻ പറയും. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ദൈവം താണവരെ പ്രത്യേകം കടാക്ഷിക്കുന്നവനാണ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ പ്രത്യേകം കടാക്ഷിക്കുന്നവനാണ്. ആർക്കും വിലയില്ലാതെ കാണുന്നവരെ ദൈവം പ്രത്യേകിച്ച് വിലയുള്ളവരായി കാണുന്നവനാണ് ദൈവം. അവൻ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കുന്നവനാണ്. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയുന്നവനാണ്. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കുന്ന ദൈവം. താണവരെ ഉയർത്തുന്ന ദൈവം. അഗതികളെ കടാക്ഷിക്കുന്ന ദൈവം. അനാഥരെ താങ്ങുന്ന ദൈവം. എക്കാലത്തും ദൈവത്തിൻ്റെ ആ സ്നേഹം താണവരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ആട്ടിടയന്മാർ അവർ അവിടെ ബേത്ലഹേം മലഞ്ചെരുവിൽ ആളുകളെ കാത്തുകൊണ്ട് കിടക്കുകയായിരുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, നല്ല ഉറക്കം. പെട്ടെന്നാണ് ഒരു ആട്ടിടയൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. എന്താണോ വലിയ പ്രകാശം. നേരം വെളുത്തോ? ഇല്ലല്ലോ. എന്താണ് ഈ പ്രകാശം? ആ അത്ഭുത ജ്യോതിസിലേക്ക് നോക്കി നിൽക്കുമ്പോഴുണ്ട് തേജോമയനായ മാലാഖ വന്ന് നിൽക്കുന്നു. പേടിച്ചു വിറച്ചു. അടുത്തയാളെ പയ്യെ തോണ്ടി വിളിച്ചു. ആ ആട്ടിടയന്മാർ ഓരോരുത്തരായി ഉണർന്നു. ഉണരുന്നവരെല്ലാം ഞെട്ടി എഴുന്നേൽക്കുന്നു. വിറയലോടെ കൂപ്പ് കയ്യോടെ നിൽക്കുന്നു. മാലാഖ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടേണ്ട. സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവ്വജനത്തിനുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം. അവർക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒന്ന് മനസ്സിലായി, മഹാസന്തോഷം എന്ന് പറഞ്ഞ വാക്ക് അവരുടെ ഉള്ളത്തിൽ കടന്നു. മഹാസന്തോഷം അതാണല്ലോ ഞങ്ങൾക്ക് ഇല്ലാത്തത്. എന്നും പണിയെടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉറക്കളച്ച് ജീവിതം വിരസമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് മഹാസന്തോഷം. സർവ്വജനത്തിനുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഈ നിമിഷം ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമോ? സന്തോഷമുണ്ടോ ജീവിതത്തിൽ? സമാധാനമുണ്ടോ ജീവിതത്തിൽ? ഉള്ളിൽ ചില വേദനാ വിഷയങ്ങളില്ലേ? ഒരുപക്ഷെ മറ്റാരും അറിയാത്ത ചില വിഷയങ്ങൾ, വേറെ ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ചില വിഷയങ്ങൾ. എങ്ങനെ തുറന്ന് പറയും? ആർക്ക് സഹായിക്കാൻ പറ്റും? എൻ്റെ ഈ പ്രശ്നത്തിന് ആർക്കൊരു പരിഹാരം തരാൻ പറ്റും? ഞാൻ അനുഭവിക്കുന്ന തീവ്രമായ വേദന, എൻ്റെ ഉള്ളത്തിലുള്ള കഠിനമായ വേദന ആരോട് പറയാൻ പറ്റും? ഞാൻ അനുഭവിക്കുന്ന ഈ യാതന ആരോട് പറഞ്ഞാൽ പ്രയോജനമുണ്ട്? മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. പക്ഷേ ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ചിലരെല്ലാം ഉള്ളിൽ വിങ്ങിയിരിക്കുകയായിരിക്കും, മനസ്സ് ഭാരപ്പെട്ടിരിക്കുകയായിരിക്കും, ആകുലപ്പെട്ടിരിക്കുകയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ഭർത്താവ് നേരത്തെ കടന്നു പോയതുകൊണ്ട് ഏകാന്തതയുടെ വിരസതയിൽ മനംനൊന്ന് കഴിയുന്നവരുണ്ട്. പ്രിയപ്പെട്ട ഭാര്യ നേരത്തെ അക്കരയ്ക്ക് പറന്നു പോയതുകൊണ്ട് മനസ്സ് ഉഷ്ണിച്ച് ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെ ജീവിതം ഏറ്റവും വിഷാദഭരിതമായി വലയുന്ന ആളുകളുണ്ട്. കടത്തിൻ്റെ ഭാരത്തിൽ വീർപ്പൂട്ടുന്ന ആളുകളുണ്ട്. രോഗത്തിൻ്റെ ബാധയിൽ വലയുന്ന ആളുകളുണ്ട്. മാറാവ്യാധിയാണെന്ന് പറഞ്ഞു, മാറുകയില്ലെന്ന് പറഞ്ഞു, അധികം താമസമില്ലെന്ന് പറഞ്ഞു. ഡേയ്സ് ആർ നമ്പേർഡ്, ദിവസങ്ങൾ എണ്ണിയിരിക്കുന്നു, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കടന്നു പോകുമെന്ന് പറഞ്ഞു. മനസ്സ് നൊന്തിരിക്കുന്നവരുണ്ട്. എല്ലാം ശൂന്യം. എത്ര കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു. എല്ലാം ഓരോന്നോരോന്നായി മനസ്സിലേക്ക് തെറുത്തു വരുന്നു. ഏതാനും ദിവസം കഴിയുമ്പോൾ ഞാൻ ഒരു ഡെഡ് ബോഡിയായി തീരും, ഞാനങ്ങ് പോകും. എൻ്റെ പ്രിയപ്പെട്ടൊരു കരയും, ഞാനങ്ങ് പോകും. ആ മരണത്തിൻ്റെ ദിവസത്തെ നോക്കി പാർത്തിരിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ഹൃദയത്തെ മഥിക്കുന്ന ചില പ്രശ്നങ്ങൾ, അന്തസ്സംഘർഷങ്ങൾ, അകത്ത് ചില കോൺഫ്ലിക്ട്സ്, അകത്തിങ്ങനെ ഞെരിക്കുന്നു, മനസ്സ് ഭാരപ്പെട്ട് വലയുന്നു. ആന്തരികമായ സംഘട്ടനങ്ങൾ. ഒരുപക്ഷെ പൈസയുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല മാതാപിതാക്കളുണ്ട്, നല്ല ചുറ്റുപാടുണ്ട്,
ആഭിജാത്യമുള്ള കുടുംബമാണ്, നല്ല തറവാടിത്തമുണ്ട്. എന്തിനാണ് കുറവ്? നോക്കിയാൽ ആര് നോക്കിയാലും കുറവില്ല. പക്ഷേ അന്തസ്സംഘർഷങ്ങളിൽ ഉലയുന്ന മനുഷ്യ ഹൃദയങ്ങൾ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ കേൾക്കൂ, ദൈവത്തിന് സ്തോത്രം, മനസ്സിൽ സന്തോഷമില്ലാതിരിക്കുന്നവരോട് ജീവനുള്ള ദൈവത്തിന് അറിയിക്കാനുള്ളത് മഹാസന്തോഷം കിട്ടാൻ പോകുന്നു. മഹാസന്തോഷം വന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആ നല്ല ദിവസത്തെ കാണാം. നമുക്ക് ആ നല്ല ദിവസത്തെ നമുക്ക് നോക്കി പാർക്കാം. കർത്താവേ, മഹാസന്തോഷം എനിക്ക് തരണമേ. എത്ര നാളുകളായി കർത്താവേ ഞാൻ ചിരിച്ചിട്ട്. പുറമേ ചിരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയം ചിരിച്ചിട്ട്. പുറമേ നല്ല സ്നേഹം ഭാവിക്കുന്നുണ്ട്, പക്ഷേ ഉള്ള് ഉരുകിക്കൊണ്ടിരിക്കുന്നത്. എത്ര നാളുകളായി കർത്താവേ ഒന്ന് ഉള്ളു തുറന്ന് ചിരിച്ചിട്ട്, ഉള്ളു തുറന്ന് സന്തോഷിച്ചിട്ട്, ഒന്ന് സുഖമായി കിടന്ന് ഉറങ്ങിയിട്ട്, ഒന്ന് ശാന്തതയോടെ ഉറങ്ങിയിട്ട്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിന് വേണ്ടി കേഴുന്ന ജീവിതങ്ങൾ, സ്നേഹം കിട്ടാൻ സന്തോഷമില്ല, സ്നേഹവുമില്ല. ആർക്ക് സ്നേഹം? എല്ലാവരും ഇങ്ങോട്ട് നിങ്ങൾ കിട്ടിയാൽ അങ്ങോട്ട് സ്നേഹിക്കും, അതിനപ്പുറമുള്ള സ്നേഹമില്ല. ഇങ്ങോട്ട് കിട്ടുന്നെങ്കിൽ അങ്ങോട്ട് സ്നേഹിക്കും, ഇങ്ങോട്ട് മാനിച്ചാൽ അങ്ങോട്ട് മാനിക്കും, ഇങ്ങോട്ട് കരുതിയാൽ അങ്ങോട്ട് കരുതും. അതിനപ്പുറമുള്ള സ്നേഹമൊന്നും ഈ ലോകത്ത് കാണുകയില്ല. മനസ്സ് ഉഷ്ണിച്ചിരിക്കുന്നവരോട് ഈ ഏറ്റവും പ്രധാനമായി ആശയം ഞാൻ തരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ മഹാസന്തോഷം തരാൻ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. യേശുക്രിസ്തു ജീവിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവായി ഇന്ന് നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ക്രിസ്തു ജീവിക്കുന്നു. ഈ ഒരു പരമസത്യം നിങ്ങൾ ഗ്രഹിച്ചാൽ നിങ്ങളുടെ വാട്ടം മാറും. ഭാഗ്യം. എൻ്റെ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിൽ വാട്ടം മാറിയത് അങ്ങനെയാണ്. 17-ാമത്തെ വയസ്സിൽ എൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. 17-ാമത്തെ വയസ്സിൽ മ്ലാനതയാർന്ന് ജീവിതം അങ്ങ് വാടിക്കരിഞ്ഞ്, ഭാവി ഇരുളടഞ്ഞ്, നാളെക്കുറിച്ചുള്ളതായ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച്, എന്നും അസ്വസ്ഥമായി, ഹൃദയം വിഷാദഭരിതമായി വലഞ്ഞുകൊണ്ടിരുന്ന ഈ സാധു മനുഷ്യൻ 17-ാമത്തെ വയസ്സിൽ മാനസാന്തരം കിട്ടിയതോടെ, യേശുക്രിസ്തുവിൻ്റെ വചനം ഉള്ളത്തിലേക്ക് കടന്നു വന്നതോടെ എല്ലാം മാറി മറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ എത്ര പ്രാവശ്യം ഇത് പറഞ്ഞു, എത്ര പ്രാവശ്യം ഈ അനുഭവം പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ഉള്ളത്തിൻ്റെ വേദന. ഭാഗ്യവശാൽ അങ്ങനെ പുറമേ പറയത്തക്ക പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആഹാരത്തിന് പഞ്ഞമില്ല. അന്ന് പാടത്ത് കൃഷിയുണ്ടായിരുന്നു, കൃഷിയുണ്ട്, നെല്ലുണ്ട്, ആഹാരത്തിന് പ്രയാസമില്ല. പക്ഷേ പൈസയ്ക്ക് ഞെരുക്കം ഉണ്ടായിരുന്നു. പൈസയ്ക്ക് ഞെരുക്കമെന്ന് പറഞ്ഞാൽ വരുമാനം, പൈസയ്ക്ക് വരുമാനമൊന്നുമില്ല. അന്ന് വേലക്കാർക്ക് കൂലി കൊടുക്കുന്നത് പോലും നെല്ലാണ്, പൈസ കൊടുക്കാനില്ല. അങ്ങനെയാണ് മിക്കവാറും വീടുകളിലൊക്കെ അങ്ങനെയായിരുന്നു ആ കാലങ്ങളിൽ. എത്ര പെട്ടെന്നാണ് കാലം മാറിയത്. അന്ന് നെല്ല് കൊണ്ടാണ് എല്ലാം നടത്തിയിരുന്നത്. നെല്ല് വിറ്റാൽ കിട്ടുന്ന രൂപ പോലും വളരെ കുറച്ച് മാത്രം. അങ്ങനെയുള്ളൊരു കാലം. പ്രിയപ്പെട്ടവരെ, ആ കാലങ്ങളിൽ എല്ലാ വിധത്തിലും മനസ്സ് വാടി തളർന്ന്, എൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം നശിച്ച്, പഠിത്തം മുടങ്ങി, 10ാം ക്ലാസ്സിലെ പഠിത്തത്തോടുകൂടി എല്ലാം തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആശയില്ലാഞ്ഞിട്ടല്ല, പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടുമല്ല. നല്ല മാർക്കോടൊക്കെയാണ് 10ാം ക്ലാസ് പാസ്സായത്. പക്ഷേ എല്ലാ വഴിയും തടഞ്ഞ് തകർന്ന്, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച്, ജീവിതം എല്ലാം വാരി മൂടിക്കെട്ടി, പ്രതീക്ഷകളെല്ലാം തകർന്ന് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് മനസ്സ് വിഷാദ വിവശമായിട്ടാണ് പോയിരുന്നു വചനം കേട്ടത്. വചനം കേട്ടപ്പോൾ വചനമാകുന്ന ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. നിങ്ങൾ പറയാം, എത്ര ഡിപ്രഷൻസ് നിങ്ങൾക്കുണ്ടോ, എത്ര ഫ്രസ്ട്രേഷൻസ് നിങ്ങൾക്കുണ്ടോ, നൈരാശ്യം നിങ്ങൾക്കുണ്ടോ, ഭാരപ്പെടേണ്ട. യേശുവിനെ നിങ്ങൾ വിളിക്കൂ. കർത്താവേ, ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരുമോ? എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരുമോ? എനിക്ക് കൂടുതലൊന്നും അറിയണ്ട കർത്താവേ, എനിക്ക് പഠിക്കണ്ട, എനിക്ക് കൂടുതൽ തിയോളജി അറിയണ്ട, എനിക്ക് വേദപുസ്തകം അറിയാൻ കഴിവില്ല, ഞാൻ അത്ര ഒന്നും വായിച്ചിട്ടില്ല. കർത്താവേ, എനിക്കൊരു കാര്യം മാത്രമുണ്ട്, എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്, എൻ്റെ മനസ്സ് വാടിയിരിക്കുന്നു, എൻ്റെ മനസ്സ് വിഷാദ വിവശമായിരിക്കുന്നു. നാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരുമോ? ഞാൻ ഏകാഗിയായിരിക്കുന്നു, എൻ്റെ പ്രശ്നം കാണാൻ ആരുമില്ല, എൻ്റെ പ്രതിസന്ധി എന്തായെന്ന് അറിയാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവിനോട് അങ്ങനെ പറയാമോ? നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ക്രിസ്തു വന്നിട്ടുണ്ട്,
നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ആശ്വാസം തരാൻ ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. ആശ്വാസദായകൻ നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്നാണ് കർത്താവ് പറയുന്നത്. മകളെ, നിൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ, നിൻ്റെ ഭാവി ഞാൻ ഭാവസുരമാക്കാമെന്നാണ് കർത്താവ് പറയുന്നത്. പ്രകാശമാനമായൊരു ഭാവി, സന്തോഷഭരിതമായൊരു ഭാവി നിനക്ക് തരുവാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. നീ വാടിയിരിക്കേണ്ടവനല്ല. എനിക്ക് നിന്നെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്. നിന്നെ ഞാൻ വലിയ പ്രതീക്ഷയോടെ വിളിക്കുകയാണ്. നിന്നിൽ ഊന്നി നിന്നുകൊണ്ട് ഈ തലമുറയിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ തലമുറയിൽ ഒരാളിൽ നിന്നുകൊണ്ട് എനിക്ക് ഇനിയും ചില കാര്യപരിപാടികൾ നിർവഹിക്കാനുണ്ട്. നീ പറയുന്നു എന്നെക്കൊണ്ടൊരു കഴിവില്ല എന്ന്, എനിക്ക് പ്രാപ്തിയില്ല എന്ന്, എനിക്ക് അക്ഷരാഭ്യാസമില്ല എന്ന്, എനിക്ക് വലിയ പഠിപ്പില്ല എന്ന്. മോളെ, നീ ഇങ്ങനെ പറയണ്ട. നിന്നെ നീ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. മോനെ, നീ നിരാശപ്പെട്ടിരിക്കേണ്ട. നീ എന്തുള്ളൂ എന്ന് അറിഞ്ഞ് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. നിൻ്റെ പ്രകൃതി എനിക്കറിയാം. നിന്നെ ഞാൻ നല്ലതുപോലെ അറിഞ്ഞാണ് വിളിക്കുന്നത്. നിന്നെ ഞാൻ വിളിക്കുന്നത് എന്തെന്നറിയാമോ? നിന്നെ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനന്തകോടി സൗഭാഗ്യത്തിലേക്ക് നിന്നെ വളർത്തിയെടുക്കാനാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. അന്ധകാരത്തിൻ്റെ അഗാധതയിൽ വലഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ ഈ ഇരുളിൽ നിന്ന് ഉയർത്തിയെടുത്ത് ശോഭനമായൊരു ഭാവിയിലേക്ക് നിന്നെ എത്തിക്കാനാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. നീ ഒരാളിൽ നിന്നുകൊണ്ട്, നീ ഒരാളിൽ കാലൂന്നി നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. മോളെ, നീ ഒരാളിൽ നിന്നുകൊണ്ട് എനിക്ക് ചില രക്ഷിക്കാനുണ്ട്. നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ സ്വർഗത്തിലേക്ക് തിരിച്ചുവിടാനുണ്ട്. നീ ഒരാളിൽ നിന്നുകൊണ്ട് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. നരകവിധിക്ക് യോഗ്യരായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അന്ധകാര സമൂഹത്തെ പ്രകാശത്തിൻ്റെ മണവറയിലേക്ക് പ്രവേശിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മോനെ, നീ എൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവ് ഇവിടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു മാലാഖ പറഞ്ഞു, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം കൊണ്ട് അറിയിക്കുന്നു, ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അന്നത്തെ ആദ്യത്തെ സുവിശേഷ പ്രസംഗം 3 വാക്യങ്ങളാണ്. 3 വാക്യങ്ങൾ. ഇന്നത്തെ പ്രസംഗങ്ങൾ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പോകും, ഇല്ലേ? നീണ്ട സമയങ്ങൾ. കുറേയൊക്കെ ആകുമ്പോൾ ആളുകൾ മുഷിയും. ചിലപ്പോൾ വാച്ചിലേക്ക് നോക്കും, പിന്നെ പ്രസംഗത്തിന് മുഖത്തേക്ക് വളരെ ആർദ്രതയോടെയല്ല, വളരെ വിനയത്തോടെ നോക്കും. ഇത്തിരി കഴിയുമ്പോൾ ഒരു സഹതാപത്തോടെ നോക്കും. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കോട്ടുവായി ഇല്ലെങ്കിലും കോട്ടുവായി ഇടും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വാച്ചിലേക്ക് നോക്കും, പിന്നെ വെളിയിലേക്ക് അലസമായി നോക്കും. ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടുകൊണ്ട് പോകും. എന്നാൽ അന്ന് മാലാഖ ചെയ്ത പ്രസംഗം 3 വാക്യങ്ങൾ. 3 മിനിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 3 മിനിറ്റ് ഉണ്ടോ? കേൾക്കൂ. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകളെ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. വർഷങ്ങൾ 2000-ലേറെ കഴിഞ്ഞില്ലേ? ഇന്ന് എത്ര സജീവമാണ് ആ വാക്കുകൾ, എത്ര സജീവം. നിങ്ങൾ അനേകം പേര് തന്നെ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അനേകം പേര് ഈ യേശുവിനെ അനുഭവിക്കുന്നവരുണ്ട്, യേശുവിന് സന്തോഷം അനുഭവിക്കുന്നവരുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾക്ക് ആദ്യ സ്നേഹം കിട്ടിയ കാലത്ത് നിങ്ങൾ ലഹരി പിടിച്ച് ദൈവത്തെ സ്തുതിച്ചവരല്ലേ? ഓർത്ത് നോക്കൂ. ഒരു സമയത്ത് നിങ്ങൾക്ക് മാനസാന്തരം വന്ന ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾ മതിമറന്ന ദൈവത്തെ ആരാധിച്ചവരല്ലേ? അന്ന് നിങ്ങൾ കോപം വരുന്നില്ല, ഇഷ്ടക്കുറവ് വരുന്നില്ല, മുഷിൽ വരുന്നില്ല, നീരസം വരുന്നില്ല, അഭിപ്രായ വ്യത്യാസം വരുന്നില്ല, വീട്ടിൽ സമാധാനമാണ്. ആരെന്ത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വാട്ടമില്ല, ആരെല്ലാം നിങ്ങളെ കളിയാക്കിയാൽ നിങ്ങൾക്ക് പ്രയാസമില്ല, നിങ്ങളെ പരിഹസിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ഉള്ളതിൽ കേട്ട മട്ടേയില്ല. നിങ്ങൾ സന്തോഷത്തോടെ നല്ല ആനന്ദവായ്പോടെ ദൈവത്തെ സ്തുതിച്ച കാലങ്ങളില്ലേ? ആനന്ദത്തിൽ ലഹരിയിലാണ്ടുപോയ കാലങ്ങളില്ലേ? ദൈവത്തിന് സ്തോത്രം. അന്നും കഷ്ടതയില്ലാഞ്ഞിട്ടാണോ? അന്ന് ഒരു സ്നേഹം നിങ്ങളെ വന്ന് മൂടി. ഒരു സ്നേഹം, അത്ഭുത സ്നേഹം. ദൈവത്തിന് സ്തോത്രം. അതിശയകരമായൊരു സ്നേഹം. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹമാണ് ഇന്ന് നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നത്. ആ പരിശുദ്ധമായ സ്നേഹം, ആ സ്വർഗീയമായ സ്നേഹം ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സമീപത്തേക്ക് വന്ന് നിങ്ങൾ വിളിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് പേർ ചൊല്ലി വിളിക്കുകയാണ്. ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പുഴുവായ യാക്കോബേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ ഭ്രമിച്ച് നോക്കേണ്ട, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിൻ്റെ അരമുറുക്കിയിരിക്കുന്നു. ശേഖ പറയുന്നതാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന സ്നേഹം. മോളെ, നിൻ്റെ ഹൃദയം നീ തുറക്കുന്നില്ലെങ്കിലും കർത്താവ് നിന്നെ കാണും. യൗവനക്കാരാ, നീ ഇപ്പോഴും പാവമിടാൻ മനസ്സില്ലെങ്കിലും കർത്താവ് നിന്നെ കാണും.
മദ്യപാനത്തിൻ്റെ മറവിൽ മറിഞ്ഞിരിക്കുന്നവരുണ്ട്, അശുദ്ധ ജീവിതത്തിൻ്റെ മറവിൽ മറിഞ്ഞിരിക്കുന്നവരുണ്ട്, കൊള്ളരുതായ്മയുടെയും വക്രതയുടെയും മറവിൽ മറിഞ്ഞിരിക്കുന്നവരുണ്ട്, ചതിയുടെയും വഞ്ചനയുടെയും മറവിൽ മറിഞ്ഞിരിക്കുന്നവരുണ്ട്, കലഹത്തിൻ്റെയും പിണക്കത്തിൻ്റെയും മറവിൽ മറിഞ്ഞിരിക്കുന്നുണ്ട്, ദ്രവ്യാഗ്രഹത്തിൻ്റെ മറവിൽ മറിഞ്ഞിരിക്കുന്നവരുണ്ട്, സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും മറവിൽ മറിഞ്ഞിരിക്കുന്നവരുണ്ട്, വിവിധ പാപങ്ങളുടെ മറവിൽ മറിഞ്ഞിരിക്കുന്നവർ രംഗത്തേക്ക് വരുവാൻ യേശു വിളിക്കുന്നു. കാരണം യേശു വിളിക്കുന്നത് നിന്നെ ശാസിക്കാനല്ല, നിന്നെ ശിക്ഷിക്കാനല്ല, നീ ഇങ്ങനെ ജീവിച്ചത് എന്തിനെന്ന് ചോദിക്കാനല്ല, നീ പണക്കൊതിനല്ലേ എന്ന് ചോദിക്കാനല്ല, നീ പാവപ്പെട്ടവരുടെ പണം അപഹരിച്ചവരല്ലേ എന്ന് ചോദിക്കാനല്ല, നീ കത്തിയല്ലേ എന്ന് ചോദിക്കാനല്ല, അനേകരുടെ കഴുത്തുമുറിപ്പൻ നയമല്ലേ നീ നടത്തിയതെന്ന് ചോദിക്കാനല്ല, അനേകരുടെ കയ്യിൽ നിന്ന് പൈസ അപഹരിച്ചെടുത്തവരല്ലേ എന്ന് ചോദിക്കാനല്ല. ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. ആ നിസ്തുല സ്നേഹം പ്രിയപ്പെട്ടവരെ ചോദിക്കില്ല. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലരെ ഒളിഞ്ഞിരിക്കുകയാണ്, ചില പാപങ്ങളുടെ മറവിൽ, ചില അശുദ്ധിയുടെ മറവിൽ, ചില വേണ്ടാത്ത കാര്യങ്ങളുടെ മറവിൽ നിങ്ങൾ മറിഞ്ഞിരിക്കുകയാണ്, ചില വഴുവഴുപ്പുള്ള ജീവിത രംഗങ്ങളിൽ നിങ്ങൾ മറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളെ കർത്താവ് വിളിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, മാനസാന്തരയുടെ കാലത്ത് എന്തൊരു ലഹരിയായിരുന്നെന്നോ, എന്തൊരു സന്തോഷമായിരുന്നെന്നോ. ഈ ദുഃഖങ്ങളെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പനുണ്ട്, സ്വർഗത്തിലെ അപ്പൻ എൻ്റെ അപ്പനാണെന്ന് മനസ്സിലായപ്പോൾ, ഈ ഭൂമിയിൽ അപ്പനില്ലാത്ത എനിക്ക് സ്വർഗത്തിലെ അപ്പൻ എൻ്റെ അപ്പനായി വന്നു എന്നറിഞ്ഞപ്പോൾ, ഞാൻ നാഥനുള്ളവനാണെന്ന് അറിഞ്ഞപ്പോൾ, ഞാൻ ഉടമസ്ഥനുള്ളവനാണെന്ന് അറിഞ്ഞപ്പോൾ, എൻ്റെ കാര്യം നോക്കാൻ ഒരാളുണ്ടായെന്ന് അറിഞ്ഞപ്പോൾ, എനിക്ക് ആലോചന ചോദിക്കാൻ ഒരാളുണ്ടായെന്ന് അറിഞ്ഞപ്പോൾ, എൻ്റെ കൂടെ നടക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നടന്നവൻ അവൻ വീരനാണ്, അത്ഭുത ശക്തിയുള്ളവനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സമാധാനം കൊണ്ട് നിറഞ്ഞു. ഞാൻ ലഹരി പിടിച്ചവനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ലഹരി വേണമോ? നിങ്ങളുടെ അരികത്തേക്ക് യേശു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമോ ഈ ആത്മാവിൻ ലഹരി? പരിശുദ്ധാത്മാവിന് തീജ്വാലയുടെ ലഹരി നിങ്ങൾക്ക് വേണമോ? പരിശുദ്ധാത്മാവിന് തീയുടെ ശക്തി നിങ്ങൾക്ക് വേണമോ? നിങ്ങൾക്ക് വിളിക്കാം യേശുവിനെ, കർത്താവേ ഇന്ന് എൻ്റെ ഉള്ളത്തിലേക്ക് ഈ ലഹരി കടന്നു വരണമേ നിങ്ങൾ പറയാം. കർത്താവേ, ആദ്യ സ്നേഹത്തിൻ്റെ ലഹരി, ഭയം മാറ്റുന്ന ലഹരി, പാപം മാറ്റുന്ന ലഹരി, അന്ധകാര ശക്തിയെ ഉച്ചാടനം ചെയ്യുന്ന ലഹരി, എൻ്റെ കർത്താവേ ദുഷ്ടപിശാചിനെ നിഷ്കാസനം ചെയ്യുന്ന ലഹരി എൻ്റെ ഉള്ളത്തിലേക്ക് ഇപ്പോൾ കടന്നു വരണമേ നിങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ ലഹരിയുള്ളവരാകുക, നിങ്ങൾ തീയുള്ളവരാകുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവനുള്ള ക്രിസ്തു ഇപ്പോൾ കടന്നു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ യേശുവിനോട് പറയുമോ നിങ്ങൾ, കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ഇപ്പോൾ തന്നെ, നാഥ നാളെയല്ല, ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ മേൽ നിൻ്റെ ശക്തിയേറിയ ആത്മപ്രവാഹം നൽകണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാല എന്നെ സ്പർശിക്കണമേ, എന്നെ ആളി കത്തണമേ, ആളി പടരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവേ എന്നെ നീ തൊടണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, എനിക്ക് ആത്മാവിന് ലഹരി തരണമേ, ആദ്യ സ്നേഹത്തിന് ലഹരി തരണമേ, എൻ്റെ മേൽ കൃപ വന്ന് ചൊരിയണമേ, എന്നെ നീ സ്പർശിക്കണമേ, എന്നെ നീ ഉണർത്തണമേ. പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ ഹൃദയ സമാധാനം നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.